അല്ലാഹുവിന്റെ ദീനിനെ നീ കൊണ്ടുവന്നു. നീ കയ്യുകുന്നത് എന്നിട്ട് വഴി കയ്യുകുന്നത് എന്ന് പറഞ്ഞു. വലിയ അമലുക നിന്റെ മനസ്സിലെ പ്രതീക്ഷ വേണ്ടത് നീ കൊല്ലത്ത് വെച്ച് പറഞ്ഞാലും കായംകുളത്ത് വെച്ച് പറഞ്ഞാലും കാഞ്ഞിപ്പുഴ വെച്ച് പറഞ്ഞാലും ശരി, നീ പറയുന്ന സലാം മദീനത്തെ നിമിതങ്ങൾ കേൾക്കുമെന്നും നീ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ നന്നായി നിമിതങ്ങൾ സലാം എടുക്കുമെന്നും വിശ്വസിച്ചോ. അവിടെ റസൂലുള്ളാഹി തങ്ങൾ ഓർക്കുന്ന വിഷയം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത്തയ്യാത്ത് എന്ന് പറഞ്ഞത് എന്നല്ല, ആ വിഷയം പറഞ്ഞതിനെ തെളിയിക്കാൻ വേണ്ടി കേട്ടോളൂ. സ്വറാത്തെ മുസ്തഖീം എന്ന ഗ്രന്ഥമാന്റെ കയ്യിലുള്ളത്. ഇതിന്റെ 148 പേജിലാണ് ആ വിവരം പറയുന്നത്. ഞാൻ ആ ഭാഗം നിഷേധിക്കുന്ന ആളുകൾക്ക് വേണ്ടി വേണമെങ്കിൽ ചെറുതായിട്ട് ഞാൻ വായിക്കാം. अपनी बीबी की मुजानात का ख्याल बेहतर है और शेख या इसी जैसे और बुजुर्गों की तरफ आप जहाँ विसार तुम्हारी हो, अपनी हिम्मत को लगा देना. अपने बेर और गद्दे की सूरत में मुस्तरिक जाने से बुरा है. അവനവന്റെ കാള കഴുത തുടങ്ങിയ ജീവികളെ ചിന്തിക്കുന്നതിനേക്കാൾ മോശമാകുന്നു അല്ലാഹു നബീനെ ചിന്തിക്കൽ. ഈ വിഷയത്തിലാണ് ആലുവയ്ക്കടുത്ത പറവൂരിൽ വെച്ച് ഒരു സഖാഫി പ്രസംഗിച്ചപ്പോൾ വലിയ കോപ്പം നടന്നു. സുന്നികൾ ആരോപണം പറയാന്ന്, ഞങ്ങൾക്കിങ്ങനെ വാദമില്ലെന്ന് പറഞ്ഞു. തെളിയിക്കണം, ഇല്ലെങ്കിൽ സഖാഫിയെ പിരിച്ചുവിടും, തബ്ലീഗുകാർക്ക് മഹല്ല് കൊടുക്കും. ഇല്ലെങ്കിൽ സഖാഫിയെ തന്നെ അംഗീകരിക്കും, തബ്ലീഗുകാരെ ഒഴിവാക്കും. ഈ വ്യവസ്ഥയുള്ളവരുടെ പരിപാടി വെച്ചു. വിനീതനായ ഞാൻ അങ്ങോട്ട് എത്തിപ്പെട്ടു. ബഹുമാനപ്പെട്ട പഴക്കാപ്പള്ളി ജബ്ബാർ സഖാഫി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ വിളിച്ച സത്യത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ്. ചെന്നപ്പോൾ ഇത്തിരി പ്രായം ചെന്ന വാതിവെച്ച തലയ്ക്കെട്ട് കെട്ടിയ ഒരു മുസ്ലിയാര് നല്ല കിതാബിന്റെ പെട്ടിയുമായിട്ടിരിക്കുന്നുണ്ട്. പൈജാമയെ കുർത്തയും കുറച്ച് കുറെ ആളുകൾ ഫ്രണ്ടിലുണ്ട്. ജബ്ബാർ സഖാഫി പ്രസംഗിക്കുന്നു. ഞാൻ കയറി ചെന്നു. അപ്പൊ ഒരു അഡ്വക്കറ്റാണെന്ന് പറയുന്ന ഒരാളിങ്ങനെ ഇരിക്കുന്നു. അയാൾ പറഞ്ഞു, ഒരു 5 മിനിറ്റ് പ്രസംഗിക്കുക, വിഷയം അവതരിപ്പിക്കുക, എന്നിട്ട് നമുക്ക് സംവാദത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു 5 മിനിറ്റിന്റെ മത്സര 3 മണിക്കൂർ പ്രസംഗിച്ചാൽ തന്നെ തീരാത്ത വിഷയമായത്. അപ്പപ്പോൾ നമ്മുടെ വ്യവസ്ഥയിലുള്ളത് അങ്ങനെയാ. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, ഏത് വ്യവസ്ഥ? അത് ഇവരെ ഏത് വ്യവസ്ഥ? അപ്പൊ അവര് സംവാദത്തിന് വേണ്ടിയാ ക്ഷണിച്ചു. എന്നാൽ നമ്മുടെ സംഘാടകരെങ്കിലും പറയണ്ടേ? സ്വാഭാവികമായിട്ടും ഞാൻ എഴുതിപ്പോയി. കാരണം ഞാൻ പറഞ്ഞു, സംവാദത്തിന് ഞാൻ വന്നിട്ടില്ല, ഞാൻ വിഷയം അവതരിപ്പിക്കും, സംശയം നിങ്ങൾക്ക് ചോദിക്കാം, സംവാദത്തിന് ഞാനില്ല. അപ്പൊ ഇവർക്ക് ഈമാൻ കൂടി പോയി. ഓ കണ്ടോ, നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ കളവാ പറയുന്നത്, ഹക്ക് കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംവാദത്തിൽ നിൽക്കുന്നില്ല? ഞാൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. സംവാദം എന്ന് പറഞ്ഞാൽ ആളുകൾ ഈമാൻ കൊണ്ടുള്ള കളിയാണ്. മാത്രമല്ല, ഞാൻ ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുടെ ഒരു ചെറിയ പ്രവർത്തകനാണ്. അതുകൊണ്ട് എനിക്ക് വല്ലതും ചെയ്യണമെങ്കിൽ എന്റെ നേതൃത്വത്തോടെ അന്വേഷിക്കണം. അത് ഞാൻ ചെയ്തിട്ടില്ല. 2 ഉസ്താദുമാരെ ഗുരുത്വം കൊടുത്തൊക്കെ വാങ്ങിയിട്ടാണ് അത്തരം വേദിയിലേക്ക് ഞങ്ങൾ പോകാറുള്ളത്. ഇത് ഞാൻ നടത്തിയിട്ടില്ല. അപ്പൊ ഇവർക്കൊന്നുകൂടെ ഇൻട്രസ്റ്റ് കൂടിപ്പോയി. ഇവരിങ്ങോട്ട് ഒന്നായിട്ട് ഇളകി. എന്നോട് ജബ്ബാർ സഖാഫി പറഞ്ഞു, സമ്മതിക്കല്ലാതെ സഖാഫി മാർഗമല്ല, മഹല്ലിപ്പോ നഷ്ടപ്പെടും, ആളുകളുടെയൊക്കെ ഈമാനും തെറ്റിപ്പോകും. ഞാനാകെ തുശങ്കു സ്വർഗത്തിലായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആകെ ചെയ്താനും കടലിനും മധ്യേ ഇവരാണെങ്കിൽ തളച്ചു മറിയാൻ. ഉടൻ എനിക്ക് തോന്നിയിരിക്കുമ്പോ ബഹുമാനപ്പെട്ട മടവൂർ ശേഖന്റെയും അണ്ടോണ ഉസ്താദിന്റെ പോലെ ഒരു ഫാത്തി അങ്ങോട്ട് ഓതി. അപ്പൊ എനിക്ക് കിട്ടിയ ധൈര്യത്തിൽ ഞാനങ്ങ് കയറിയെന്നു. പിന്നെ അങ്ങ് അവതരിപ്പിച്ച വിഷയം 20 മിനിറ്റ് നീണ്ടു. ജഡ്ജി ഒന്നും പറഞ്ഞതൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് ഇതാ വിഷയം. എന്റെ വിഷയാവതരണം കഴിഞ്ഞപ്പോ അഡ്വക്കറ്റ് ചോദിച്ചു, അല്ല ഇനി ഇതിലെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ ഇയാൾ പറഞ്ഞു, അങ്ങനെ ഇല്ല, അത് കളവാ പറഞ്ഞത്, ഗ്രന്ഥത്തിൽ അങ്ങനെയല്ല. ഞാൻ ആദ്യം ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അതിനെ നിഷേധിച്ചപ്പോൾ ഒറിജിനൽ കിതാബ് എടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ വായിച്ചു കൊടുത്തു. അപ്പോ ഇയാൾ പറഞ്ഞു, അതിൽ പറഞ്ഞ കാര്യം അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, എന്ന് തസൂഫാണ്, ഈ സർഫിലിമത്താണ് എന്നെല്ലാം പാടെ പറഞ്ഞ് അതിവർക്ക് മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു, ഈ കിതാബ് അങ്ങോട്ട് കൊടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൊടുക്കാലോ. അങ്ങനെ കിതാബ് അങ്ങ് കൊടുത്തു. ഇയാളിങ്ങനെ വായിച്ചിട്ട് എന്തൊക്കെയോ തപ്പിത്തറിഞ്ഞ അർത്ഥം വെക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഇനി ഉറുദു ആയിട്ട് കൺഫ്യൂഷൻ ആവണ്ട, അതിന്റെ മലയാളം അവരുടെ നേതാക്കൾ തന്നെ എഴുതിയതുണ്ട്, അത് ഞാൻ വായിക്കാമെന്ന് പറഞ്ഞ ഈ കിതാബ് ഞാൻ ഇങ്ങോട്ട് എടുത്തു.
അപ്പോ ഇയാൾ അത് ഞാൻ എഴുതിയത്, ഞാനാ വായിക്കേണ്ടത്. അപ്പോഴാണ് ഈ ഹോജ ചെറുപ്പയാണ് എനിക്ക് തിരിഞ്ഞു. സത്യം അതുവരെ എനിക്കാണ് മനസ്സിലായിട്ടില്ല. പിന്നെ ഏതായാലാവട്ടെ ഇവരെ ടോപ്പ് നേതാവിന്റെ കഥ ഇതാണെങ്കിൽ വാക്യം നമുക്ക് വിഷയമല്ലോ. സ്വാഭാവികമായി